ഒരു ഇമെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നമ്മളൊരു പെർഫെക്റ്റ് ആൻസർ എഴുതേണ്ടത്? നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്രാവശ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു മോഡലാക്കി എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഇമെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ നമുക്കൊരു ആൻസർ എഴുതാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മിസ് ജോൺസ് ഷെയർസ് ഹെർ എക്സ്പീരിയൻസ് വിത്ത് വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ് ത്രൂ ആൻ ഇമെയിൽ. റൈറ്റ് ദ ലൈക്ലി ഇമെയിൽ എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇമെയിലിന് പെട്ടി വരയ്ക്കൽ നിർബന്ധമാണെന്ന് വെച്ചാൽ അതാണ് ഒരു വൃത്തി. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുക്കുക. ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടും ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇമെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഞാനിവിടെ എനിക്ക് തോന്നുന്നു സ്മോൾ ലെറ്റേഴ്സിലാണ് നമ്മൾ മൊത്തം കൊടുക്കേണ്ടത്. അതിൽ സ്പേസ് ഒന്നും വരരുത്. പിന്നെ അവസാനത്തിലേക്ക് @gmail.com എന്നോ email.com എന്നുള്ളത് കൊടുക്കുക. അതാണ് ഇമെയിലിൻ്റെ ഒരു അഡ്രസ്സ് കൊടുക്കേണ്ട രീതി. ഇനി സബ്ജക്റ്റ് ആണ് മറ്റൊരു മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു സാധനം. എല്ലാ ഇമെയിലും നമ്മൾ നിർബന്ധമായിട്ടും സബ്ജക്റ്റ് കൊടുക്കണം. എ സ്ട്രേഞ്ച് ബട്ട് വണ്ടർഫുൾ എൻകൗണ്ടർ ടു നൈറ്റ്. അവരവരുടെ അനുഭവം അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് നമ്മളോട് ഒരു ഇമെയിലായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിയർ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡിയർ മാർത്ത, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നിനക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് മസ്റ്റാണ്. എല്ലാ ലെറ്ററിലും മെയിലിലും നമ്മളിത് കൊടുക്കണം. ഐ എം റൈറ്റിംഗ് ടു ടെൽ യു അബൌട്ട് എ വെരി സ്ട്രേഞ്ച് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ ടു നൈറ്റ് വൈൽ ഐ വാസ് വാക്കിംഗ് ഹോം ഫ്രം ദ ബ്യൂട്ടി ഷോപ്പ്. ബ്യൂട്ടി ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം നടന്നു എന്നിവിടെ പറയുന്നു. A young boy, probably around 14 years old, ran up behind me and tried to snatch my purse. The strap broke and he fell right on his back. I was angry at first and shook him up a bit. But when I looked at his frail body and dirty face, my heart melted. ഞാൻ ആദ്യം അവനൊന്ന് അടിക്കണം എന്നൊക്കെ വിചാരിച്ചു, കുറച്ച് ആംഗ്രി ഒക്കെ ആയിരുന്നു, ദേഷ്യത്തിലായിരുന്നു. പക്ഷേ ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി, വളരെ ഡേർട്ടി ആയിട്ടുള്ള ഫ്രെയിൽ ആയിട്ടുള്ള ജീവനില്ലാത്തൊരു ശരീരം. I realized he had nobody at home to care for him and was wandering the streets alone. അവൻ ആരും ഇല്ല വീട്ടിൽ എന്നുള്ളതും അവനിങ്ങനെ തെരുവോരത്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ചെറുക്കനാണെന്നുള്ളത് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. ഇനി instead of calling the cops, I brought him to my room. His name is Roger. I made him wash his face and shared the supper with him. Can you believe he only tried to steal because he wanted a pair of blue suede shoes? അവൻ ഈ പരാക്രമൊക്കെ ചെയ്ത എന്തിനാ? അവൻ ആ ഷൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവിടെ പറയുന്നത്. It reminded me of our youth when we wanted things we couldn't afford. Before he left, I gave him $10 to buy those shoes and advised him to behave well. ഞാൻ അവന് അവസാനമായിട്ട് അവൻ പോകുന്നതിന് മുന്നേ ഒരു $10 അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ആ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു. എന്നിട്ട് അവസാനമായിട്ട് ഒരു ഉപദേശം കൊടുത്തു, ദാറ്റ് ടു ബിഹേവ് വെൽ. നന്നായിട്ട് പെരുമാറാനും ആളുകളോട് കുറച്ചും കൂടെ മര്യാദയോടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഞാൻ ഒരു ചെറിയൊരു ഉപദേശം കൊടുത്തു. He looked so shocked and grateful. I truly hope my small act of kindness guides him to the right path. അവന് നേർവഴി കാണിച്ചു കൊടുക്കാൻ ഈ ഒരു കാര്യം അവൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മീറ്റ് അപ്പ് ദിസ് വീക്കെൻഡ് ആൻഡ് ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ഇറ്റ്. വാംലി ലുവല്ല. ഈ വാംലി എന്ന് പറയുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ യോസ് ലവിംഗ്ലി എന്നും പറയാം. യോസ് ലവിംഗ്ലി. ഇത് വായിക്കാൻ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. LOVINGLY എന്നാണ് യോസ് ലവിംഗ്ലി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു മെയിൽ അയക്കേണ്ടത്. ഇവിടേക്ക് നിങ്ങൾക്ക് ആ ഒരു ബോക്സ് ഇവിടെയും കൊടുക്കാം. ഓക്കെ, സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോഴേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസ്കോസസ് ഇനി വരുന്ന ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. ഐ വിൽ സീ യു ദേർ. ബൈ. താങ്ക് യു.